നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേഴ്സ് വേഴ്സസ് ബ്രെൻഫോർഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സത്യം പറഞ്ഞ ഇന്നത്തെ കളി തുടങ്ങി 1 മിനിറ്റിനുള്ളിൽ തന്നെ ബ്രെൻഫോർഡ് സ്കോർ ചെയ്തു. ഒരു കിഡിലം ഫിനിഷാണ് ബ്രെൻഫോർഡിന്റെ സൈഡിൽ നിന്ന് വന്നത്. എംബോയിയുടെ ഒരു വണ്ടർഫുൾ ഗോൾ. ഞാൻ വിചാരിച്ചു പണി പാളി, ഇന്ന് സ്പേഴ്സ് ചിലപ്പോൾ മറ്റൊരു പരാജയത്തിലേക്ക് പോകും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സ്റ്റാർട്ടായിരുന്നു. പക്ഷെ പതുക്കെ കളിയുടെ കഴിഞ്ഞാൻ സ്പേഴ്സിലേക്ക് വന്നു. നമ്മൾ 3-1 ബ്രെൻഫോർഡിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഈ ഒരു മാച്ചിനെ പറ്റി പറയാനുണ്ട്. ആദ്യത്തെ പോസിറ്റീവ്, നമ്മുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഡൊമിനിക് സോളങ്കി ഇന്ന് ഗോൾ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മാരക ഗോളൊന്നും ആയിരുന്നില്ല, ഒരു റീബൗണ്ട് വന്ന പന്ത് ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ പുള്ളി അത് സ്കോർ ചെയ്തു. അങ്ങനെ 1-1 ഒരു സ്കോറിലേക്ക് സ്പേഴ്സിനെ കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞു. ആ സമയത്ത് ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രഷറിലേക്ക് പോയി മറ്റൊരു ഗോളിലേക്ക് കാര്യങ്ങൾ പോവായിരുന്നു. എന്തായാലും സൊളാങ്കി സ്കോർ ചെയ്തത് ഒരു പോസിറ്റീവാണ്. പിന്നെ പറയേണ്ടത് മാഡിസന്റെ കാര്യമാണ്. അപ്പൊ മാഡിസൺ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത പല മത്സരങ്ങളിലും നമ്മൾ വളരെ ഫ്ലാറ്റ് ആയിരുന്നു. ഒരു കില്ലർ പാസ് വരുന്നില്ല. പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു 1-2 ഗോൾസും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ പുള്ളി വളരെ ആവറേജ് ആയിട്ടുള്ള ചില പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുള്ളി റൈറ്റ് വിങ്ങിൽ നന്നായിട്ട് കളിച്ചു, ഒരു ഗോൾ സ്കോർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് മാഡിസന്റെ സൈഡിൽ നിന്ന് വന്നത് എന്തായാലും നമുക്കൊരു ആശ്വാസമാണ്. മറ്റൊരു കാര്യം പറയേണ്ടത് ബ്രെൻഡൻ ജോൺസനെ പറ്റിയിട്ടാണ്. ജോൺസൺ ആ ഒരു ആർസണൽ പെർഫോമൻസിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ അബ്യൂസീവ് കമന്റ് ഒക്കെ വന്ന് പുള്ളിയുടെ ഹാൻഡിൽ തന്നെ ഡിസേബിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം EFL കപ്പിൽ പുള്ളി സ്കോർ ചെയ്തു, ഇന്ന് സ്കോർ ചെയ്തു. എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റം പുള്ളിക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 20+ ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പോസ്റ്റിനകത്ത് വെച്ചിട്ട് സിംഗിൾ ഷോട്ട് എടുക്കുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് സേവ് ഉണ്ടായിരുന്നു, ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ അടിക്കും. പക്ഷേ പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് ടീമിനെതിരെയൊക്കെ ഇതുപോലുള്ള ചാൻസ് മിസ്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ചാൻസ് കിട്ടത്തില്ല. എന്തായാലും ഇത് കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടം തന്നെയാണ്. എന്നിരുന്നാലും ഇന്നത്തെ പെർഫോമൻസ് ഒഫെൻസീവ്ലി വളരെ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഡിഫെൻസീവ്ലി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ഗോള് അതൊരു ഉദാഹരണമാണ്. റൊമേറോ വാസ് നോട്ട് റെഡി. അങ്ങനെ ഒരു ഷോട്ട് പുള്ളി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കിഡിലം ഫിനിഷാണ് ബ്രെൻഫോർഡിന്റെ സൈഡിൽ നിന്ന് വന്നത്. അത് മാത്രമല്ല, വികാരിയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. പുള്ളിയുടെ സൈഡിൽ നിന്ന് 2 അടിപൊളി സേവ് ഉണ്ട്. അതേപോലെ തന്നെ 2 ബ്ലണ്ടേഴ്സും വന്നിട്ടുണ്ട്. ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ആദ്യത്തെ കാര്യം നമുക്കറിയാം, ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് ഒക്കെ അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുക, ആ ഒരു ഷോട്ട് എടുക്കുക എന്നുള്ളതാണ് ഗോൾ കീപ്പർ ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി പലപ്പോഴും ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതും ബോക്സിനകത്ത് വെച്ചിട്ട് ലാസ്റ്റ് മാനോടൊപ്പം. കഷ്ടിച്ച് ഒരവസരം നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ബ്രെൻഫോർഡ് സ്കോർ ചെയ്യായിരുന്നു. മറ്റൊരവസരത്തിൽ പുള്ളി ഒരു ഷോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ബോക്സിന്റെ സൈഡിലേക്ക് വരുന്നു. ആദ്യത്തെ ഒരു ടച്ച് എടുക്കുന്നു, അത് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് ബോൾ ബൗൺസ് ആയി. പിന്നീട് ബോക്സിന് പുറത്ത് വെച്ചിട്ടാണ് പുള്ളി ആ ബോൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പുള്ളി ബോൾ ടച്ച് ചെയ്തിരുന്നെങ്കിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട സിറ്റുവേഷൻ ആണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു ചാൻസ് മാത്രമാണ്. വാറൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും നമുക്കറിയില്ല. പക്ഷെ ഓൺഫീൽഡ് റഫറി പുള്ളിയുടെ കൈ അകത്തായതിനെ കൊണ്ട് ഒരു അവസരം പുള്ളിക്ക് കൊടുത്തു എന്നുള്ളതാണ് സത്യം. ബ്രെൻഫോർഡിന്റെ കാര്യം എടുത്തു പറയണം. കൗണ്ടറിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പേഴ്സിന്റെ വിങ്ങേഴ്സിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും വിങ്ങേഴ്സ് രണ്ടും ലൈൻ്റെ അടുത്ത് പോയി നിൽക്കും, നമ്മളെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട്. മിഡ്ഫീൽഡിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം നമുക്ക് ബോക്സിനകത്ത് വെച്ച് തന്നെ ബോൾ കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഷോട്ട് എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. സോണിന്റെ പെർഫോമൻസ് ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. പുള്ളിയാണ് ലാസ്റ്റിൽ അസിസ്റ്റ് ഒക്കെ കൊടുത്തത്, നിങ്ങൾ കണ്ടു കാണും. മാഡിസന്റെ ആ ഗോളിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാസ് ആയിരുന്നു. ഒരു ചിപ്പിൻ ചെയ്ത ഒരു ഷോട്ട് എടുത്തുകൊണ്ട് മാഡിസൺ നമ്മളെ 3-1 എന്നുള്ള സ്കോറിലേക്ക് എത്തിച്ചു. അപ്പൊ 3 ഗോളുകളും കിഡിലം ഫിനിഷ് ആയിരുന്നു. ബ്രെൻഫോർഡിന്റെ സൈഡിൽ നിന്നുള്ള ഫിനിഷും എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ സ്കോർ ലൈൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം നൽകുന്ന വിജയമാണ്. നമ്മളുടെ ഈ ഒരു പെർഫോമൻസ് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെതിരെ സമനില വഴങ്ങി. ചെൽസിയുടെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. നാളെ
ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം നടക്കാൻ പോവുകയാണ്. എന്തായാലും ആ മത്സരം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.